പഞ്ചകർമ്മ ചികിത്സ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ചില അനുബന്ധ ചികിത്സകളും കൂടെ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു ചികിത്സയാണ് ജാനുവസ്തി. ജാനു എന്ന വാക്കിൻ്റെ അർത്ഥം മുട്ട എന്നാണ്. വസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം നിലനിർത്തുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നാണ്. മുട്ടിന് മുകളിൽ മരുന്ന് നിലനിർത്തുന്ന ചികിത്സയാണ് ജാനുവസ്തി. ഇത് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് മുട്ടിന് വരുന്ന നീര്, വേദന, ഉളുക്ക്, അതുപോലെ മടക്കാനും നിവർത്താനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ചില സ്പോർട്സ് ഇഞ്ചറീസ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് പ്രധാനമായിട്ടും ജാനുവസ്തി ചെയ്യുന്നത്. ഇതിനായിട്ട് രോഗിയെ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യുക. അതിനുശേഷം ഏത് മുട്ടിനാണോ രോഗം ബാധിച്ചിരിക്കുന്നത് ആ മുട്ടിന് മുകളിൽ ഒരു തടം നിർമ്മിക്കുന്നു. ഈ തടം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഉഴുന്നുമാവാണ്. ആ തടത്തിനുള്ളിൽ യുക്തമായ തൈലമോ പാൽ കഷായമോ അല്ലെങ്കിൽ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത കഷായമോ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇളം ചൂടിൽ നിലനിർത്തുന്നു. ഇത് തുടർച്ചയായി 7 ദിവസം മുതൽ 14 ദിവസം വരെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അരമണിക്കൂറോ 1 മണിക്കൂറോ മരുന്ന് മുട്ടിൽ നിലനിർത്തിയതിന് ശേഷം അത് തുടച്ചു മാറ്റുന്നു. തുടച്ചു മാറ്റിയ ശേഷം ഒരു സ്മൂത്തായിട്ടുള്ള ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രോഗിയെ സ്വസ്ഥമായി ഒരിടത്തിരുത്തുന്നു. തുടച്ചു മാറ്റുന്നതിനായിട്ട് നമുക്ക് കഷായമോ ഇളം ചൂട് കഷായമോ ഇളം ചൂട് വെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം ഡോക്ടറാണ് നിശ്ചയിക്കുക. രോഗിയുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ചുള്ള തൈലം, കഷായം എന്താണ് ഉപയോഗിക്കേണ്ടത്, എത്ര മണിക്കൂർ ചെയ്യണം, അതൊക്കെ ഡോക്ടറാണ് നിശ്ചയിക്കുക. അപ്പോൾ ഇതാണ് ജാനുവസ്തിയുടെ പ്രൊസീജിയർ.